ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചിരിക്കുന്നു. പ്രിയ സഹോദരരെ, നമ്മൾ കഴിഞ്ഞ ദിവസം യേശു ക്രിസ്തുവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ് ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു പഠിച്ചു. നമ്മളങ്ങനെ ഏകദേശം വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വന്നു. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം വരെയുള്ള വചനങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ നിർണായക യുദ്ധം, വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനം. 17-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർണായക യുദ്ധം എന്നാണ്. അത് നമ്മൾ അക്ഷരം പ്രതി ഇങ്ങോട്ട് എടുത്താൽ എന്താണ് ഈ നിർണായക യുദ്ധം എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിയപ്പെട്ടവരെ, നിർണയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താണ് നിർണയിക്കുക? ഉറച്ച തീരുമാനമെടുക്കുക എന്നാണ് ഇതിനർത്ഥം. കാര്യങ്ങൾ നിർണയിക്കുക, കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന് തീരുമാനം. പിന്നെ അതൊരു കൊഞ്ഞെന്നൊരു വർത്തമാനമൊന്നുമില്ല. യുദ്ധം ചെയ്ത് നേടേണ്ടതാണെങ്കിൽ യുദ്ധം ചെയ്ത് നേടും, അപ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. അതല്ല രണ്ടു കൂട്ടർ നശിക്കേണ്ടതാണെങ്കിൽ രണ്ടു കൂട്ടർ നശിക്കും. അത് ഫൈറ്റിങ്ങിൽ, യുദ്ധത്തിൽ അത് തീരുമാനിക്കപ്പെടും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിർണായക യുദ്ധം ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആദിമ മനുഷ്യർ, അതായിരുന്നു ആദമും ഹവ്വയുടെയും ഇടയിൽ ആദ്യം ജനിച്ച കുഞ്ഞിനെ കൊല്ലുന്ന ആ നിമിഷം മുതൽ ഒരു യുദ്ധം ലോകത്ത്, ഭൂമിയിൽ ആരംഭിക്കുകയായിരുന്നു. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് രക്തം കൊണ്ടുള്ള കളി, കൊലപാതകം, അതിൻ്റെ വിവിധ മോഡലുകൾ, പീഡനങ്ങൾ, അതനുസരിച്ചുള്ള മനുഷ്യക്കുരുതികൾ എല്ലാം ലോകം കണ്ട് യുദ്ധത്തിൽ കൂടെ വന്ന് അങ്ങനെ അതിൻ്റെ അവസാനമായ 6 യുഗം പൂർത്തിയാകുവാൻ കേവലം 8 വർഷം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ലോക ചരിത്രം തിരുത്തി കുറിക്കുവാൻ കഴിയുന്ന വിധം, ലോകത്തിലെ പ്രപഞ്ച ശക്തികളെ തകർക്കുവാൻ കഴിയുന്ന വിധം, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും കത്തിച്ച് ഭസ്മമാക്കാൻ കഴിയുന്ന വിധം ലോകത്തിലെ ടെക്നോളജികൾ കൊണ്ടുള്ള ആയുധങ്ങൾ മനുഷ്യർ കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തെ നോക്കി ചിരിക്കുകയോ പോർവിളിക്കുകയോ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ട കാലഘട്ടത്തിലാണ് ഈ നിർണായക യുദ്ധം എന്ന് പറയുന്ന വചനം നമ്മൾ വായിക്കുന്നത്. ഇത് 2000 വർഷം മുമ്പാണെങ്കിൽ എന്ത് യുദ്ധമാണെന്നൊന്നും ആർക്കും മനസ്സിലാകില്ല. ഇന്ന് നിർണയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിലൊന്നും നിർണയിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ് നിർണയിക്കേണ്ടത്. ഭൂമി നിലനിൽക്കണം, അതുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിർണയിക്കലാണോ? അതോ ഇന്ന രാഷ്ട്രങ്ങൾ നിലനിൽക്കണം, ആ രാഷ്ട്രത്തിൻ്റെ ആധിപത്യവും സമ്പത്തും അതിൻ്റെ ആശയങ്ങളെല്ലാം നിലനിൽക്കണം എന്നുള്ളതിനെ പറ്റിയാണോ? അതോ ദൈവം, സഭ, യേശു ക്രിസ്തു, കത്തോലിക്ക സഭ, അതിൻ്റെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സഭയോട് ചേർന്നിരിക്കുന്ന ആ തത്വസംഹിതകൾ, ആശയങ്ങൾ, കുദാശകൾ, വചനങ്ങൾ, അങ്ങനെയുള്ളൊരു സമൂഹം എല്ലാം കൂടെ നിലനിൽക്കണമെന്നാണോ? അതോ പൈശാചിക ശക്തികൾ ആയ കൊല്ലുവാനും തല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കാനും കത്തിച്ചു കളയുവാനും തകർക്കുവാനും കഴിവുള്ള ഗ്രൂപ്പുകൾ, ആശയങ്ങൾ, രാജ്യങ്ങൾ, ശക്തികൾ, അങ്ങനെയുള്ളവർ മാത്രം നിലനിൽക്കണമെന്നാണോ? ഇങ്ങനെ രണ്ടിലൊന്ന്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ അർത്ഥമെന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്തോട് ചേർന്ന് വരുന്ന ആശയമുള്ള രാഷ്ട്രങ്ങൾ, ആശയങ്ങൾ, കാഴ്ചപ്പാടുള്ള ഒരു മതിൽ പോലെ നിൽക്കുന്ന ഒരു കൂട്ടരും, ദൈവത്തെ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ നിങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട് എന്ന് തീരുമാനിക്കുന്ന ദൈവനിഷേധകരായ, ദൈവിക പദ്ധതിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന അങ്ങനെയുള്ളൊരു ശക്തിയും. അങ്ങനെ 2 മഹാശക്തികൾ. ആ 2 മഹാശക്തി, ഒന്ന് ദൈവിക പക്ഷം, മറ്റൊന്ന് സാത്താൻ്റെ പക്ഷം. ഇങ്ങനെ 2 പക്ഷങ്ങൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അടുത്തടുത്തടുത്ത് അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തപ്പെടുന്ന കാലത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നിർണായക യുദ്ധം എന്നെഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഭൂമിയോ ലോകമോ നിലനിൽക്കണമെന്നുള്ള ഒരു യുദ്ധമല്ല, അങ്ങനെയുള്ളൊരു യുദ്ധമല്ല. കാരണം ഈ യുദ്ധത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ആണവയുദ്ധമാണ്. ആണവയുദ്ധത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ മാനുഷിക ഭാവനയിൽ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്കറിയാവുന്ന അർത്ഥമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ തീരുമാനം എടുക്കേണ്ടതാണ്: ദൈവം എന്ന പരമസത്തയെ അംഗീകരിക്കുന്നുവോ, അതോ സാത്താൻ എന്ന പരമസത്തയെ മറ്റൊരു പരമസത്തയാണ്? അതൊരു പരമസത്ത തന്നെയാണ്. നിത്യജീവനും നിത്യ നന്മയും നിത്യസ്നേഹവും
ദൈവവും സ്വർഗവും നിത്യജീവനും മരിച്ചവരുടെ ഉയർപ്പുമെല്ലാം ഉൾക്കൊള്ളുന്ന നിത്യജീവൻ്റെ ആവാസസ്ഥലമായ സ്വർഗത്തെ അംഗീകരിക്കണമോ, അതോ ഞങ്ങൾക്ക് വിഭാവനം കാണിച്ചു തരുന്ന സാത്താനും മരണവും പാതാളവും അതിൻ്റെ പക്ഷമായ ഭൂമിയിൽ നടക്കുന്ന യുദ്ധങ്ങളും സ്വാധീനങ്ങളും ആശയങ്ങളുമെല്ലാം അങ്ങനെയുള്ള തത്വസംഹിതയുമായിട്ട് നീ അംഗീകരിക്കുന്നു? ഇതിലേതാണ് നിർണയിക്കേണ്ടത്? ഇതാണ് നിർണായക യുദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രാജ്യത്തിനെതിരെ തിരിയുന്നതല്ല യുദ്ധം. ആ യുദ്ധമല്ല ഇവിടെ ദൈവം അർത്ഥമാക്കുന്ന യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഇവിടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. അവിടെ വരുമ്പോൾ ആകാശം, അതായത് നമ്മുടെ ഭൂമിയുടെ തറ, മിറ്റം, നമ്മുടെ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് പറയുകയാണെങ്കിൽ ആകാശം മുറ്റം മുതലാണ്, നമ്മുടെ മുറ്റം മുതലാണ് ആകാശം തുടങ്ങുന്നത്. ആകാശം തുടങ്ങി 60 കിലോമീറ്റർ ഉയരം വരെ വായുമണ്ഡലമുണ്ട്. അതാണ് ആദ്യത്തെ ഭൂമിയുടെ ആകാശം, വായുമണ്ഡലം. രണ്ടാമത്തെ ആകാശമാണ് മധ്യാകാശം, അഥവാ അതിൻ്റെ ആകർഷണ പരിധിയുടെ ദൂരപരിധിയുള്ള സ്ഥലം. അത് ഏകദേശം ഒരു 400 കിലോമീറ്റർ, 60 കിലോമീറ്റർ മുകളിലുള്ള 400 കിലോമീറ്റർ ദൂരം കാലഘട്ടം. ആ 400 കിലോമീറ്റർ അഥവാ 1000 കിലോമീറ്റർ വെച്ചോ, 1000 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലം. ആ 1000 കിലോമീറ്ററിന് മുകളിലേക്കുള്ള സ്ഥലങ്ങളെയാണ് മധ്യാകാശം എന്ന് പറയുന്നത്. മധ്യാകാശം. ആ മധ്യാകാശവും കടന്ന് അതിന് മേലേക്കുള്ള സ്ഥലമാണ് ദൈവാന്തരീക്ഷമുള്ള, സ്വർഗീയ മഹത്വമുള്ള, നിത്യജീവൻ്റെ സ്ഥലമായ സ്വർഗീയ മഹത്വമുള്ള ദൈവിക സ്വർഗരാജ്യ പ്രദേശം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വം നിലനിൽക്കുന്നതും ഭൂമിയുടെ വായുമണ്ഡലത്തിൻ്റെ അന്തരീക്ഷത്തിനും കൂടെ ഇടയ്ക്കുള്ള സ്ഥലത്തെയാണ് മധ്യാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മധ്യാകാശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കർത്താവ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. മധ്യാകാശത്തിൽ എങ്ങനെയാണ് സകല പക്ഷികൾ പറക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം, വായുമണ്ഡലം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, വായുമണ്ഡലമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പക്ഷികൾ പറക്കാറുള്ളൂ. അത് ഭൂമിയിൽ നിന്ന് ഉയർന്ന കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും ആ കഴുകിന് പറക്കാവുന്ന വായുമണ്ഡലത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. ഒരു 10-20 കിലോമീറ്ററൊക്കെ ഉയരത്തിൽ ഒരു പക്ഷി പറക്കും. അത് വായുമണ്ഡലത്തിനപ്പുറത്തേക്ക് ഒരു പക്ഷിയും പറക്കുകയില്ല. നമുക്കറിയാം, വായുമണ്ഡലം ഭേദിച്ചൊരു പക്ഷി പറഞ്ഞാൽ ആ പക്ഷിക്ക് വായു കിട്ടുന്നില്ല, ചത്തുപോകുമല്ലോ. നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പറഞ്ഞ കർത്താവ് പറഞ്ഞ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? അവിടെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ എത്രമാത്രം അതിശക്തമാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ആ പക്ഷികളുണ്ട്, മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളും, അവിടെ സകല പക്ഷികളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് പക്ഷികളുണ്ട്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരണം? വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഞാനത് പറഞ്ഞതാണ്. ഞാൻ പാപത്തെ സംബന്ധിക്കുന്ന ചില ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. വെളിപാടുണ്ട്. അതിങ്ങനെയാണ്: അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി. ആ വചനം ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാം, ഈ പക്ഷി എന്ന് പറയുന്നത് ഭൂമിയിൽ കാണുന്ന കാക്ക, പരുന്ത്, കോഴി, പക്ഷികൾ, മയിൽ, ആ പക്ഷികളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് സകല പക്ഷികളുടെയും താവളമായി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവ് പ്രാവിൻ്റെ രൂപമാണ്. പ്രാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രാവിൻ്റെ രൂപമല്ലാതെയുള്ള എല്ലാ പക്ഷികളെയും എന്ന് ഞാൻ ഷോർട്ട് രൂപത്തിൽ പറയുകയാണ്, ചെറിയ രൂപത്തിൽ പറയുകയാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി. അതിന് എൻ്റെ മുൻ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട് എന്തൊക്കെ പക്ഷികളാണ് ഈ ലോകത്തുള്ളത്. അപ്പോൾ ഈ പക്ഷികളുടെ വസ്തുരൂപവും ചലനരൂപമാണ് ഭൂമിയിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മയിൽ എന്ന പക്ഷിയുടെ, മയിലിൻ്റെ ഏറ്റവും പ്രത്യേകത സൗന്ദര്യം. ആ സൗന്ദര്യത്തെ കാണിക്കുന്ന വസ്തുരൂപമായ പ്രവൃത്തികളാണ് സിനിമകൾ, സീരിയലുകൾ, പരസ്യങ്ങൾ, മോഡലുകൾ, ഡാൻസുകൾ,
കാബറ നൃത്തങ്ങൾ, മറ്റു നൃത്തങ്ങൾ, നൃത്യങ്ങൾ, കലാപരിപാടികൾ എല്ലാം ആ സൗന്ദര്യത്തെ കാണിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന വസ്തുരൂപത്തിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പക്ഷിരൂപമാണ് മയിൽ. ആ മയിൽ എന്ന പക്ഷിയുടെ ആത്മാവ്, ആ മയിൽ എന്ന പക്ഷിയുടെ ആത്മാവ് ഉള്ള പക്ഷി, ആത്മാവ് പക്ഷി രൂപത്തിലാണ് ബഹിരാകാശമുള്ളത്. ആ പക്ഷികളെയാണ് സർവശക്തനായ ദൈവം അർത്ഥമാക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? മധ്യാകാശത്തിൽ, അതായത് വായുമണ്ഡലത്തിന് മുകളിൽ ശൂന്യാകാശത്തിന് താഴെയുള്ള ആ പ്രദേശങ്ങളിൽ മധ്യാകാശത്തിൽ താമസിക്കുന്നത് ഇത്തരം പക്ഷികളാണ്. അപ്പം ഇപ്പം ഇത്രയും തൊട്ട് സംസാരിക്കും, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ആ പക്ഷികൾ എല്ലാ പക്ഷികളുമുണ്ട്. അതായത് അതിൻ്റെ മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ വളരെ ഉയരത്തിൽ 1000, 1200, 2000 കിലോമീറ്ററൊക്കെ ഉയരത്തിൽ നിൽക്കുന്ന ബഹിരാകാശ പേടകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന പ്രവൃത്തികളുടെ, നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിൽ കൂടെ വരുന്ന എല്ലാ സംഭവങ്ങളുടെയും രൂപസാദൃശ്യമുള്ള ആത്മീയ പക്ഷികളുള്ള പ്രവൃത്തികളുടെ സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കത് തൊട്ട് മനസ്സിലാക്കുമ്പം അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. സാധാരണ പക്ഷിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കർത്താവ് സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ. അപ്പോൾ ഈ പക്ഷികളോട് പറയുമ്പോൾ ഈ പക്ഷികളുടെ ആത്മാവ് എന്തു ചെയ്യും? പക്ഷി ആത്മീയ രൂപത്തിലാണല്ലോ പക്ഷിയുള്ളത്. ആ പക്ഷികളുടെ ആത്മാവ് വേഗം ഭൂമിയിലേക്ക് പറന്നു വന്ന് ഭൂമിയുടെ വസ്തുരൂപമായ ആശയങ്ങളുള്ള, വ്യക്തികളുള്ള, കാഴ്ചപ്പാടുള്ള ആ സംഭവത്തിലേക്ക് വന്നിട്ട് ഈ പക്ഷികളൊന്ന് പറയും, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിട്ട് പോരെ, നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ സമയമായി, ഇനി നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് വരണം. യുദ്ധം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ കമ്പനി നിലനിൽക്കില്ല, നിങ്ങളുടെ ഫാക്ടറി നിലനിൽക്കില്ല, നിങ്ങളുടെ രാഷ്ട്രങ്ങൾ നിലനിൽക്കില്ല, നിങ്ങളുടെ രാജ്യങ്ങൾ നിലനിൽക്കില്ല, നിങ്ങളുടെ ആശയങ്ങൾ നിൽക്കില്ല. അതുകൊണ്ട് ദൈവത്തിന് പറയണം, ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ. ദൈവത്തിൻ്റെ മഹാവിരുന്ന് എന്ന് പറയുന്ന വിരുന്ന്, ഇവിടുത്തെ ദൈവം അർത്ഥമാക്കുന്ന മഹാവിരുന്ന് യുദ്ധമാകുന്ന മഹാവിരുന്നാണ്. അതിനകത്ത് ആരൊക്കെ വരേണ്ടത്? ദൈവത്തിൻ്റെ മഹാവിരുന്ന് വരുവിൻ. രാജാക്കന്മാർ. ഇതെഴുതുമ്പോൾ നമുക്കറിയാം അന്ന് ജനാധിപത്യമില്ല. ഇത് എഴുതുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ ജനാധിപത്യമില്ല. അന്നുള്ള രാജഭരണമാണ്. ഇസ്രായേലിനെ ഭരിക്കുന്ന രാജാവ് നമുക്കറിയാം സോളമൻ രാജാവ്, ദാവീദ് രാജാവ്, അന്നത്തെ കാലത്ത് ബാബിലോൺ നെബൂഖദ്നേസർ രാജാവ്. ആ കാലഘട്ടത്തെ വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കാലഘട്ടം ഇന്ന് വരുമ്പോൾ എന്തായി? ഗവൺമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റുമാർ, രാജ്യപ്രതിനിധികൾ, പ്രധാനമന്ത്രിമാർ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റുകൾ, ഇന്നും രാജാക്കന്മാരുണ്ട്. മറ്റേ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സൗദി രാജകുമാരൻ, ഇന്നും രാജാക്കന്മാരുണ്ട്. എന്നാൽ മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവിടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാരാണ്. അവരെ എന്താ പറയുക, മൊത്തത്തിൽ പറയുമ്പോൾ രാജാക്കന്മാർ എന്ന് പറയും. സൈന്യാധിപന്മാർ. ആരാണ് ഈ സൈന്യാധിപന്മാർ? സൈന്യാധിപന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പട്ടാളത്തിൻ്റെ അതല്ല ദൈവം അർത്ഥമാക്കുന്നത്. അത് ആദ്യത്തെ അർത്ഥമാണ്. അത് അർത്ഥമാക്കുന്നുണ്ട്, അത് ആദ്യത്തെ അർത്ഥമാണ്. എന്നാൽ ഈ സൈന്യങ്ങളെന്ന് പറയുന്നത് ഈ ആശയങ്ങൾ, പക്ഷികളുള്ള ആ പക്ഷിയുടെ വസ്തുരൂപം, ചലനരൂപമുള്ള ആളുകളുടെ അല്ലെ കൂട്ടായ്മകളുടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രാവിൻ്റെ രൂപമുള്ള ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയുള്ള അതാണ് സൈന്യാധിപന്മാർ. നമ്മുടെ സൈന്യാധിപന്മാരാണ് ആരാണ്? നമ്മുടെ ഭൂമിയിലെ സഭയുടെ സൈന്യാധിപന്മാർ, മാർപ്പാപ്പ, കർദിനാൾമാർ, ബിഷപ്പുമാർ, മെത്രാന്മാർ, വചനപോഷകർ, അതിനുശേഷം അൽമാർ. അതാണ് രാജാക്കന്മാർ. അതെല്ലാം ഒരു കുടുംബത്തിലെ രാജാവാണ് അപ്പനാണ്. ഇടവകയുടെ രാജാവാണ് വൈദികനാണ്. രൂപതയുടെ രാജാവാണ് ബിഷപ്പുമാർ. സഭകളുടെ തലവന്മാരാണ് കർദിനാൾമാർ. അവരെല്ലാം രാജാക്കന്മാരെ ഗണത്തിൽ വരും. ആ രാഷ്ട്രതന്ത്രന്മാർ, രാഷ്ട്രപ്രധാനമന്ത്രി അല്ല, അങ്ങനെ വരും. മറ്റേ ശക്തന്മാർ. ആരാണ് ഈ ശക്തന്മാർ? ശക്തിയുള്ളവരാണ്. ആശയങ്ങളുടെ ആധിപത്യമുള്ള ആളാണ് ശക്തന്മാർ. അല്ലാതെ പിന്നെ കായികമായിട്ട് ശക്തിയുള്ള ആളല്ല. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ നമുക്കെന്താ പറയുക, ചൈനീസ് ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ആ ആശയത്തിൻ്റെ രാഷ്ട്രത്തലവന്മാർ, ആശയങ്ങളുടെ ആധിപത്യമുള്ള രാജാക്കന്മാർ, ശക്തന്മാർ, അത് പറയുക ശക്തന്മാർ. ജനാധിപത്യം കണ്ടുപിടിച്ചിരിക്കുന്നത്, ജനാധിപത്യത്തെ ഇന്ന് ഊട്ടിയുറപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ആശയങ്ങളുടെ രാജാവാണ്. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ, എന്നൊക്കെ പറയുന്നവർ ആ ഓരോ ആശയങ്ങളുടെയും നിലനിർത്തി അതിനെ കൊണ്ടുപോകുന്ന ശക്തന്മാരെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ അർത്ഥമല്ല ദൈവം അർത്ഥമാക്കുന്ന അർത്ഥം. ശക്തന്മാർ.
എന്നിവരുടെയും കുതിരകളുടെയും, രാജാക്കന്മാർ, ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും. എന്താണ് ഈ കുതിര? കുതിര എന്ന് പറഞ്ഞ് ദൈവം അർത്ഥമാക്കുന്നത്, ഇന്നത്തെ ഭാഷ പറയുമ്പോൾ, അതായത് കുതിര എന്ന് പറയുന്നത് മിസൈൽ, കുതിരകളുടെയും എന്ന് പറയുന്നത് കുതിരകൾ, അവിടെ പുറത്തിരിക്കുന്നവരുടെയും. കുതിരകൾ എന്ന് പറയുന്നത് മിസൈലുകൾ. അന്ന് കുതിരകളായിട്ട് ശക്തമായ സ്പീഡിൽ ഓടുന്ന വാഹനമെങ്കിൽ അതിൻ്റെ പുറത്തിരിക്കുന്ന സൈന്യാധിപന്മാർ, രാജാക്കന്മാരായിരുന്നെങ്കിൽ, ഇന്ന് കുതിര ശക്തിയുള്ള മിസൈലുകളുടെ പുറത്തിരിക്കുന്നവൻ. ആ പുറത്തിരിക്കുന്നവർ എന്നാൽ ആണവ മിസൈലിൻ്റെ ആധിപത്യമുള്ളവർ. വ്ളാഡിമിർ പുടിൻ, അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് അത്ര ശക്തമായ ആണവായുധമുള്ള രാഷ്ട്ര തലവന്മാർ. സ്വതന്ത്രന്മാർ, അടിമകളും. സ്വതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിച്ച്, നമ്മളൊന്നും ആരും സ്വതന്ത്രരല്ല. നമ്മൾ സഭയുടെ അടിമത്തത്തിലുള്ളവരാണ്, രാഷ്ട്രീയ അടിമത്തത്തിലുള്ളവരാണ്, ഓരോ രാജ്യങ്ങളുടെയും ആശയങ്ങളുടെ അടിമത്തത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ സ്വതന്ത്രരായിട്ടുള്ള ചില ആളുകളാണ്, അതായത് ആശയങ്ങളുടെ ആധിപത്യമുള്ള ആളുകൾ. ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ, അദ്ദേഹം സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് കീഴിലാണ്, അതിന് കീഴിൽ വരുന്ന രാജ്യവും ഭരണാധിപന്മാരെല്ലാം ആണ് അടിമകളായിട്ട് വരുന്നത്. അടിമത്വമുള്ള എന്ന് പറഞ്ഞാൽ കീഴിൽ നിൽക്കുന്നവർ എന്നർത്ഥം. അടിമത്വമല്ല, കീഴിൽ നിൽക്കുന്നവർ, വിധേയപ്പെട്ട് നിൽക്കുന്നവർ. സ്വതന്ത്രരാരാണ്? ആശയങ്ങളുടെ ആധിപത്യമുള്ളവർ. ചെറിയവരും വലിയവരും. ചെറിയവരെന്ന് പറഞ്ഞാൽ ഈ ചെറിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ആശയമില്ല, സൈന്യമില്ല, സമ്പത്തില്ല, വിദ്യാഭ്യാസമില്ല, സാധാരണ മനുഷ്യർ, ഏറ്റവും എളിമയോടെ താഴെ ജീവിക്കുന്നത് ചെറിയവരും വലിയവരും. അതിൽ തന്നെ അല്പം വലിപ്പമുള്ളവർ, അല്പം രാഷ്ട്രീയ നേതാക്കന്മാർ, ചെറിയ പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ഒരു മീഡിയമായിട്ടുള്ള ആളുകൾ, വലിയവരും ആ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചു കൂടുവൻ. അപ്പം ഇങ്ങനെയുള്ള ഭരണാധിപന്മാരുടെയും എല്ലാം മാംസം ഭക്ഷിക്കുന്നതിന് ഒരുമിച്ച് കൂടുന്ന ആരെ പറയുന്നത്? സ്വർഗത്തിലെ ദൂതന്മാർ. എന്ന് പറഞ്ഞാൽ ഈ മാംസം ഭക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിർണയിക്കുന്ന വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്തരം ആളുകളും ആയിട്ട് ലോകം യുദ്ധത്തിലേക്ക് വന്നുവരുമ്പോൾ അവിടെയെല്ലാം വംശനാശം, രാജ്യനാശം, പട്ടാളക്കാരുടെ നാശം, രാഷ്ട്രങ്ങളുടെ നാശം, ആശയങ്ങളുടെ നാശം എന്ന് പറഞ്ഞ് ഇതെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ശൂന്യമാകുന്ന അവസ്ഥ. അതുകൊണ്ട് കർത്താവ് ഒരുമിച്ചുകൂടി അങ്ങനെ ഇവിടെയെല്ലാം മാംസം ഭക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി പറഞ്ഞാൽ യുദ്ധത്തിനായി ഒരുമിച്ചുകൂടി. കാരണം ഇവിടെ രണ്ടിലും തീരുമാനിക്കുകയാണ്. അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിനർത്ഥം അപ്പോൾ അശ്വാരൂഢൻ എന്ന് പറയുന്നത് ആണ് ഇസ്രായേലാണ് അശ്വം എന്ന് പറഞ്ഞാൽ കുതിരശക്തി, കുതിരയുടെ ഏറ്റവും നേതാവാണ് അശ്വാരൂഢനായ അതിൽ ആണവ മിസൈലുകളുടെ ഓണർഷിപ്പുള്ള എന്ന് ഇന്നത്തെ അർത്ഥം. അവൻ്റെ സൈന്യനിരയോടും. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ, അപ്പോൾ ഇസ്രായേൽ എന്ന ഈ രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മൃഗം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ആ കാഴ്ചപ്പാടിലെ എതിർശക്തി. ഭൂമിയിലെ രാജാക്കന്മാരുടെ സൈന്യങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു വലിയ യുദ്ധം വരാൻ പോവാണ്. മൃഗവും പിടിക്കപ്പെട്ടു, അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചെന്ന വ്യാജ പ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. അപ്പോൾ ഇവിടെ രണ്ടിലൊന്ന് തീരുമാനിക്കണം. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പക്ഷമുള്ള ഒരു മഹാസൈന്യവും ദൈവത്തിൻ്റെ പക്ഷമല്ല സാത്താൻ്റെ പക്ഷമുള്ള, അതായത് ദൈവത്തെ എതിർക്കുന്ന എതിർപക്ഷവും, അതാ ഒന്ന് ദൈവവും മറ്റു സാത്താനും. അങ്ങനെ രണ്ട് വൻശക്തികളായിട്ട് മഹാവിജയം. അവിടെ രണ്ടിലൊന്ന് തീരുമാനം, രണ്ടിലൊന്ന് വിജയം. അവിടെ ആര് ജയിക്കും? സാത്താൻ ജയിക്കുമോ ദൈവം ജയിക്കുമോ? അതിന് അങ്ങനെയുള്ളവരെ എന്തു ചെയ്യും? കർത്താവ് ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥയിലേക്ക്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഭവം തീരുകയാണ്. ഭൂമിയിലെ യുദ്ധം അതോടെ അവസാനിക്കുകയാണ്. പിന്നീട് യുദ്ധമില്ല. കാരണം പിന്നീട് യുദ്ധം വരാൻ തക്കവിധം ഭൂമിയിലൊന്നും അവശേഷിക്കാത്ത വിധം അതിശക്തമായ യുദ്ധം നടക്കുകയും ഈ കാഴ്ചപ്പാടുള്ള എല്ലാ വ്യക്തികളുടെയും രണ്ടിലൊന്ന് തീരുമാനം അവസാനം നടക്കുകയും ആ അവസാനത്തിൻ്റെ ഭാഗത്ത് അവസാനം വീണ്ടും എന്താ ചെയ്യുന്നത്? ഈ ദൈവത്തിൻ്റെ പക്ഷത്തോട് ചേർന്നവർ താൽക്കാലികമായിട്ട് ജയിച്ചു നിൽക്കുമെങ്കിലും
അന്തിമ യുദ്ധത്തിൽ ഈ എല്ലാ മനുഷ്യരും മരണപ്പെടുകയും ഈ ഭൂമി എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയും ചെയ്യുന്ന വലിയ ആഗോള യുദ്ധത്തിൻ്റെ അവസാനം സർവശക്തനായ ദൈവം എന്ന പരമസത്ത. കാരണം ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം ജയിക്കുന്നത്? ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ദൈവമാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഇന്ന് കാണുന്ന ഭൂമിക്കുള്ളിൽ നിന്ന് കുഴിച്ചെടുത്ത എല്ലാ മിനറൽസുകളും ഉപയോഗിച്ച് ലോകം അതിൻ്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കുന്നു. ദൈവം തന്ന ശക്തിയും ദൈവം തന്ന ജ്ഞാനവും കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ദൈവമാണ് എല്ലാത്തിൻ്റെയും ആധിപത്യം. ദൈവം എന്ന പരമസത്തയാണ് എല്ലാത്തിൻ്റെ ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശം ആർക്കാണ്? ദൈവത്തിനാണ്. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ഈ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഇനി വരാനിരിക്കുന്ന യുദ്ധം ഈ രീതിയിലായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സകല പക്ഷികളും എന്ന് പറയുമ്പോൾ ഭൂമിയിലെ നല്ലയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപമുള്ള പക്ഷിയും സഭയും അതിൻ്റെ ആളുകളും അതിനോട് എതിർത്ത് നിൽക്കുന്ന മറ്റ് പക്ഷികളെല്ലാം ഈ സംഭവത്തിൽ യുദ്ധത്തിന് വരുമെന്നും അത് അതിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു യുദ്ധം കൂടെ നടക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇനി ഞാൻ എന്നോട് ചെയ്യുന്നൊരു യുദ്ധമുണ്ട്. അവിടെയാണ് അവരവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ, അവിടെ രാജ്യങ്ങൾ നശിക്കുന്നു, ലോകം അങ്ങനെ അന്ത്യത്തിലേക്ക് പോകുന്നു, യുഗം അവസാനിക്കുന്നു, ലോകം അവസാനിക്കുന്നു, അതവിടെ നിൽക്കട്ടെ, അതതിൻ്റെ ഒരു വശം. ലോകം മൊത്തം യുദ്ധത്തിലേക്ക് വരും. പക്ഷേ ഞാൻ എന്നോട് ചെയ്യുന്നൊരു യുദ്ധമുണ്ട്. ഞാനും ചില വ്യക്തികളോട് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പം ഞാനെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഞാൻ ആദ്യം ചെയ്യുന്ന യുദ്ധം ഞാൻ എന്നോട് തന്നെയാണ്. ഞാൻ എന്നോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തെ, എൻ്റെ ആസക്തികളുടെ, ചൊവ്വകളുടെ, ഇഷ്ടങ്ങളുടെ, രുചികളുടെ, നിറങ്ങളുടെ, ചലനങ്ങളുടെ, ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ, അത് ചലനമാകാം, നൃത്തങ്ങളാകാം, ആശയങ്ങളാകാം, സംഭാഷണങ്ങളാകാം, കാഴ്ചപ്പാടുകളാകാം, നിറങ്ങളാകാം, കളറുകളാകാം, രൂപങ്ങളാകാം, എന്തുമാകാം, അതിനോട് ഞാൻ എതിർത്തൊരു യുദ്ധം ഞാൻ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഈ കാണുന്ന സംവിധാനങ്ങളല്ല ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സഹോദരൻ വിളിച്ച് പറയാതെ ഒരു വാർത്ത കേട്ടതും ഇങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളെല്ലാം ഗവൺമെൻറ് നിയന്ത്രിതമാണ്. ഓരോ രാജ്യത്തെ ഗവൺമെൻറ്റിനും അതിന് ആ മൊബൈൽ ഫോണിൽ കൂടെ, അഥവാ മീഡിയയിൽ കൂടെ എന്തെല്ലാം പ്രക്ഷേപണം ചെയ്യണം, മോശമായിട്ട് എന്തെങ്കിലും പ്രക്ഷേപണം ചെയ്തോ അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. ആ ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഇനി കുറച്ച് കാലങ്ങൾ മുന്നോട്ട് കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനങ്ങളില്ലാതെ തന്നെ ഒരു രാഷ്ട്രത്തിലെ വ്യക്തിക്കോ രാജ്യ നേതാവിനോ അവർക്ക് ഇഷ്ടമുള്ളത് ലോകത്തോട് പ്രഘോഷിക്കാനോ പ്രക്ഷേപണം ചെയ്യാനോ സാധിക്കുന്ന രീതി ഗവൺമെൻറ്റുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു വ്യക്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഈ നിയന്ത്രണം ഏറ്റെടുത്തോണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമം, അത് ടെലിവിഷനാകാം, പത്രമാസികളാകാം, ഇൻ്റർനെറ്റ് ആകാം, ഇങ്ങനെയുള്ള സംഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൺട്രോൾ നമ്മുടെ അടുത്തുനിന്ന് പോകും. അപ്പോൾ അത് അവർ എന്ത് പ്രക്ഷേപണം ചെയ്യുന്നോ അത് നമ്മൾ കാണേണ്ടി വരും. അത് കാണേണ്ടി വരുമ്പോൾ നമ്മുടെ ആത്മാവും ആ കാണുന്ന സംഭവത്തിലെ ആത്മാവും തമ്മിൽ വലിയ യുദ്ധം നടക്കും. കാരണം എൻ്റെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പാടില്ലാത്ത, മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മൾ കാണേണ്ടി വരുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഒരു നാശത്തിൻ്റെ പൂർണ്ണത അവിടെ സംഭവിക്കും. എൻ്റെ ആത്മാവും മനസ്സും ശരീരവും ഒറ്റ നിമിഷം തന്നെ നശിച്ചു പോകുന്ന, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നെന്ന് വരും, ചിലപ്പോൾ ഞാൻ എഴുതിയിട്ട് പ്രാന്തനെ പോലെ ഓടിയെന്ന് വരും, ചിലപ്പോൾ എൻ്റെ തലയ്ക്ക് വട്ടുപിടിച്ചെന്ന് വരും, ചിലപ്പോൾ എൻ്റെ ഭാര്യ മക്കൾ എനിക്ക് കാണാൻ പറ്റില്ലാത്ത അവസ്ഥ വരും, സഭയോ വൈദ്യരോ ബൈബിളൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ലാത്ത അവസ്ഥ വരും, ഞാൻ അങ്ങനെ ഒരു ഭ്രാന്തനായി മാറുന്ന ആ പശ്ചാത്തലങ്ങൾ അതിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ കണ്ണും കാതും കയ്യും മെയ്യും ശരീരവും മനസ്സും ആത്മാവും ശരീരവും ചിന്തകളും കാഴ്ചപ്പാടും മുഴുവൻ എന്തെല്ലാം വസ്തുക്കളിൽ നിന്ന് മാറ്റിവെക്കണം, എന്തെല്ലാം വസ്തുക്കളിൽ നിന്ന് ഞാൻ പിന്തിരിയണം എന്നുള്ള ഒരു ആത്മീയ യുദ്ധം എൻ്റെ ഹൃദയത്തിൽ തന്നെ ഞാനിങ്ങനെ ശക്തമായിട്ട് വരുമ്പോൾ, ഞാനത് തോറ്റുപോയാൽ, ആ യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഈ പൈശാചി ശക്തികളുടെ അടിമത്തത്തിലേക്ക് പോവുകയും ദൈവം ഭൂമിയിലെ വന്ന് സ്വർഗം നമുക്ക് തരുന്നതിന് വേണ്ടി നിത്യജീവനായിട്ട് ലോകത്തെ മനുഷ്യനെ ഉയർപ്പിച്ച് മനുഷ്യന് പുതിയ ശരീരം കൊടുത്ത് പുതിയ സന്തോഷം കൊടുത്ത് നിത്യജീവൻ്റെ പർദീസിലേക്ക് ഓരോ വ്യക്തികളെയും എടുത്തു മാറ്റുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ മഹാവിരുന്നിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ കൂടെയുള്ള നിത്യജീവന് സാധിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണുന്ന ഞാൻ അവിടെ കിടന്ന് അല്ലമുറയിട്ട് നിലവിളിക്കും. ഞാൻ ആ യുദ്ധത്തിൽ തോറ്റുപോയി, എനിക്ക് പൈശാചികത്തിൻ്റെ അടിമത്തത്തിൽ പോയി, ഞാൻ തോറ്റുപോയതിനോട് ക്ഷമിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാം നേരെ നിത്യപാതാളത്തിലേക്ക് പതിക്കും. രണ്ടാമത്തെ എൻ്റെ യുദ്ധമെന്ന് പറയുന്നത്
ഇവിടെ ഞാൻ തീരുമാനിച്ചോണം, ഇവിടെ നിർണായക യുദ്ധം ലോകത്ത് സംഭവിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്ത് വിജയിക്കേണ്ടി വരും. രണ്ടാമത്തെ എൻ്റെ ഭാര്യയോടും മക്കളോടും എൻ്റെ ബന്ധുക്കളോടും സ്വന്തക്കാരോടുമുള്ള യുദ്ധമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതമാണ് നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ഈ സുഖങ്ങളിൽ നിന്നും നമുക്ക് അനുവദിക്കപ്പെട്ട കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ജീവിതം, നമ്മുടെ ജോലി സ്ഥലം, ഭക്ഷണം, അധ്വാനം, വീട്, അത് നമുക്ക് അനുവദനീയമാണ്. അത് നമുക്ക് കർത്താവ് അനുവദിക്കുന്നുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ളതാണ് പറയുന്നത്. അപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പലതും കാണേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ യുദ്ധമാകും. അപ്പോൾ ഭാര്യ എന്നെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും, കളിയാക്കും, നിങ്ങൾ മോശം മനുഷ്യനാണെന്ന് പറയും. അപ്പോൾ ഭാര്യയും ഞാനുമായിട്ട് യുദ്ധം വരും. അങ്ങനെ വരുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെടും. അവിടെ ആ യുദ്ധത്തിൽ, ഭാര്യയും മക്കളും തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ വിജയിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ വിധി നിർണ്ണയിക്കും. അതുകൊണ്ടാണ് കർത്താവ് പൗലോസിനോട് പറഞ്ഞത്, നിൻ്റെ വിശുദ്ധീകരണം നിൻ്റെ ഭവനത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുക. അത് പൗലോസിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ ഞാൻ വിശുദ്ധിയുള്ളവനാണെങ്കിൽ, ഞാൻ നീതിയുള്ളവനാണെങ്കിൽ, ആ യുദ്ധത്തിൽ, പൈശാചികശക്തിയുടെ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചവനാണെങ്കിൽ, എന്നോട് ചേരാനും എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്നെ പുറന്തള്ളുന്ന അവസ്ഥ വരുമ്പോൾ അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം പറഞ്ഞത്, അന്ന് രാത്രി ഒരു കട്ടിൽ 2 പേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. ഇത് ശ്രദ്ധിച്ച് കേൾക്കണ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ്സൊന്നും നിങ്ങളുടെ ബുദ്ധി ചിന്തിച്ചാൽ കിട്ടുന്ന ക്ലാസ്സുകളല്ല. ഈ നിർണായക യുദ്ധത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വിശുദ്ധിയുടെ തലങ്ങളിൽ ജയിച്ചവനായിരിക്കണം, സ്നേഹത്തിന് മുമ്പിൽ ജയിച്ചവനായിരിക്കണം, സഹനത്തിന് മുമ്പിൽ ജയിച്ചവനായിരിക്കണം, ജ്ഞാനത്തിന് മുമ്പിൽ ജയിച്ചവനായിരിക്കണം, നന്മ പ്രവൃത്തിയുടെ മുമ്പിൽ പരിശുദ്ധാത്മ ഫലങ്ങൾ ചൂടി പരിശുദ്ധാത്മയോട് നിറഞ്ഞ് ജയിച്ചു നിൽക്കുന്നവനായിരിക്കണം, സാത്താനെ ചവിട്ടി ഒതുക്കിയവനായിരിക്കണം, പൈശാചികതയുടെ മേൽ വിജയം വരിച്ചവനായിരിക്കണം. അവിടെ ഞാൻ എന്നോട് യുദ്ധം ചെയ്ത് ഞാൻ ജയിക്കണം, ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളും യുദ്ധം ചെയ്തിരിക്കണം. എൻ്റെ ഭാര്യയും മക്കളെയും എൻ്റെ വിശുദ്ധിയുടെ എൻ്റെ കൂടെയാണെങ്കിൽ അവിടെ യുദ്ധം ചെയ്യേണ്ടി വരികയില്ല, ഒരുമിച്ച്. പക്ഷേ ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവിടെയെല്ലാം നാം യുദ്ധം ചെയ്യും. യേശുവിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരും. അവിടെ ചിലപ്പം നമ്മളൊരിക്കലും യേശുവിനോട് എന്നിട്ട് തോൽക്കൊന്നും പേടിക്കേണ്ട, ഭയപ്പെട്ടവർ ആരും തോൽക്കുമെന്ന് പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ, വിജയിക്കുകയുള്ളൂ. പക്ഷേ അവിടെ യുദ്ധമുണ്ട്, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. അടുത്ത യുദ്ധം നമ്മുടെ ഇടവക അഥവാ നമ്മുടെ സഭാതലമായിട്ടുള്ള യുദ്ധമാണ്. അവിടെ വലിയ യുദ്ധം വരും. കാരണം അവിടെ യുദ്ധം വരുന്ന ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയിലെ മൂല്യച്യുതികൾ, വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ, ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ, കുർബാന ചൊല്ലിയ തർക്കങ്ങൾ, എറണാകുളം ബംഗാൾ രൂപത്തിലെ അടികൾ എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകും, വിശുദ്ധി നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും, കുടുംബ ബന്ധങ്ങൾ തകരും, വ്യക്തിജീവിതം തകരും, സമൂഹ ബന്ധം തകരും, ക്രിസ്തുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടും, ക്രിസ്തുവിനുള്ള വിധേയത്വം നഷ്ടപ്പെടും, വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെടും, മൂല്യച്യുതികൾ ഉണ്ടാവും. നമ്മളങ്ങനെ ആ സഭയിലെ മൂല്യച്യുതി കണ്ട് നമ്മൾ സഭയെ വെറുക്കും, ആ കൂട്ടത്തിൽ യേശുവിനെ വെറുക്കും, ക്രിസ്തുവിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക്. അവിടെ നമ്മൾ അത് സാധാന്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ യുദ്ധം ചെയ്ത് ക്രിസ്തുവിനോട് നിൽക്കുന്ന ഒരു യുദ്ധം. സമൂഹത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം, കുടുംബത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം, സമൂഹത്തിൽ ചിലപ്പോൾ പീഡനങ്ങളേറ്റേക്കാം, സമൂഹത്തിൽ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. അവിടെ യുദ്ധത്തിൽ വിജയിക്കാൻ നമുക്ക് അവിടെ വിധി നിർണ്ണയിക്കുന്ന നമ്മളോട് ചെയ്യേണ്ട യുദ്ധം, നമ്മൾ എവിടെയൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന നിർണായക യുദ്ധം സംഭവിക്കുമ്പോൾ അവിടെ സ്നേഹവും വിശുദ്ധിയും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞ സഭയും കുടുംബവും, ഇനി വരും കാലങ്ങളിൽ വ്യാജ കുർബാനകൾ വരും, വ്യാജ സഭകൾ വരും, വ്യാജ റോബോട്ട് പോലുള്ള വൈദികർ വന്നേക്കാം, അത്തരം കുർബാനകൾ വന്നേക്കാം. ഇതൊക്കെ വരാതിരിക്കില്ല. എതിർക്രിസ്തുവിന്റെ കാലത്തിൽ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ പലതും സംഭവിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അവിടെയും നമ്മൾ യുദ്ധം ചെയ്തേക്കാം. മറ്റൊന്നാണ് സമൂഹത്തോടുള്ള യുദ്ധം. സമൂഹത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും. സമൂഹത്തിൽ വലിയ ലിവിങ് ടൂതർ ഇഷ്ടം പോലെ വരും, സ്വർഗഭോഗം ഇഷ്ടം പോലെ വരും, മൃഗഭോഗം ചെയ്യാനുള്ള സംവിധാനം ചിലപ്പോൾ വന്നെന്ന് വരും, മദ്യവും ചരസുകളും കഞ്ചാവും കള്ളും ഇഷ്ടം പോലെ സുലഭമായിട്ട്, വേശ്യാവൃത്തിയെ ഇഷ്ടം പോലെ സ്ത്രീകളെ കിട്ടുന്ന കാലഘട്ടം വരും. പണത്തിന് പഞ്ഞുള്ള നിനക്ക് എന്ത് വേണം അതൊക്കെ ഞങ്ങൾ തരും, പക്ഷേ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്ന സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ 666 നമ്മുടെ മുമ്പിൽ വന്നേക്കാം, മുദ്ര കുത്താൻ വേണ്ടിയിട്ട് അത് വന്നേക്കാം. അതൊരു വലിയ യുദ്ധമാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ട, നമ്മൾ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്തപ്പെട്ടേക്കാം. അവിടെ യുദ്ധത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ വലിയ യുദ്ധം എന്നൊക്കെ സമൂഹത്തോട് യുദ്ധം ചെയ്യേണ്ടതൊക്കെ. മറ്റൊന്നാണ് ആശയങ്ങളോടുള്ള യുദ്ധം, ആശയങ്ങളോടുള്ള നിർണായക യുദ്ധം. ആശയം, ക്രിസ്തു എന്ന ആശയത്തിന് അപ്പുറത്തേക്ക് ഒരു ആശയത്തിൻ്റെയും അടിമത്തത്തിലേക്ക് നമ്മൾ പോരുത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. യേശു ക്രിസ്തു പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി. ഇന്നും നമുക്കറിയാം, ഒരു പള്ളി കമ്മിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ,
അവരെല്ലാം പറയുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടി വരും, കേൾക്കേണ്ടി വരും അവരുടെ കൂടെ നിൽക്കുമ്പോൾ. എന്നാൽ ക്രിസ്തുവിന് കൂടെ നിൽക്കുന്നവർക്ക് ക്രിസ്തു സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിന് കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. മറ്റൊരു ആധിപത്യത്തിലേക്കും പോകാതെ ആശയങ്ങളോട്, രാഷ്ട്രീയ ആശയങ്ങളോട്, നിരീശ്വരവാദം പോലുള്ള ആശയങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ ഏത് സഭയിൽ ജനിച്ചോ അതിൻ്റെ എതിർ ആശയങ്ങളോട്, അല്ലെങ്കിൽ നിരീശ്വരവാദ സംവിധാനങ്ങളോട്, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് അത്തരം ചിന്ത കാഴ്ചപ്പാടുകളോട്, അങ്ങനെയുള്ള എല്ലാത്തിനോടും നമ്മൾ യുദ്ധം ചെയ്ത് അവിടെ നമ്മൾ വിചാരിക്കണം. ഒരേ സമയം ഈ പറഞ്ഞ തലങ്ങളിലെല്ലാം നാം നമ്മോടും നാം മറ്റുള്ളവരോടും യുദ്ധം ചെയ്ത് വിജയിക്കുന്നവനാണ് അവസാന കാലഘട്ടങ്ങളിൽ, അവസാന അന്തിമ കാലഘട്ടങ്ങളിൽ സർവശക്തനായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിത്യജീവനെ സ്വന്തമാക്കുന്ന ആ അതിനിർണായകമായ യുദ്ധം നമ്മൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അത് പ്രത്യേക കാലഘട്ടം വരുമ്പോൾ ഈ യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലേക്കെത്തും. അവിടെ പിടിച്ചു നിൽക്കുവാൻ, രക്ഷപ്പെടുവാൻ, രക്ഷിക്കുവാൻ, കൂടെ നിൽക്കുവാൻ, സഹായിക്കുവാൻ, പ്രശ്നകലുഷിതമായ സ്ഥലങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ, നിനക്കാവശ്യമുള്ള ഭക്ഷണവും വെള്ളവും തന്ന് നിന്നെ രക്ഷിക്കുവാൻ, നിൻ്റെ ആത്മാവിനെ ചോർന്നു പോകാതെ, നിൻ്റെ ആത്മാവിൽ മറ്റ് പക്ഷികൾ കയറിക്കൂടാതെ, നിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മ കൊണ്ട് നിറച്ച്, പ്രാവിനെ കൊണ്ട് നിറച്ച്, വിശുദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ, നിന്നെ സംരക്ഷണ ഈ ലോകത്ത് എടുത്തുകൊണ്ടുപോകാൻ, നീ മരിച്ചാലും നിന്നെ ഉയർപ്പിച്ചുകൊണ്ട് നിത്യജീവൻ്റെ ആ പറുദീസ അനുഭവത്തിലേക്ക്, ആ സ്വർഗീയ മഹത്വത്തിൽ ചേർക്കുവാൻ ഒരേ ഒരു വ്യക്തി മാത്രമേ നമുക്ക് സഹായമായിട്ടുണ്ടാവുകയുള്ളൂ. അന്നും ഇന്നും അത് ഏക സത്യമായ യേശു ക്രിസ്തുവാകുന്ന സർവശക്തനായ ദൈവം മാത്രമാണ്. ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇന്ന് കാണുന്ന ഇസങ്ങളോ, ഇന്ന് കാണുന്ന പള്ളി സംവിധാനങ്ങളോ, ഇന്ന് കാണുന്ന സഭയോ അച്ഛന്മാരോ ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മുടെ കൂടെ. ഇതെല്ലാം ഏതാനും കാലഘട്ടം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്ക് ഇതാ സംഭവങ്ങൾ എത്തപ്പെട്ടു. ഇവിടെ നിർണായക യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം, നിർണായക യുദ്ധം. അപ്പോൾ ഒന്ന് ഭൗതിക യുദ്ധം, ലോകത്ത് നടക്കുന്ന ആണവ യുദ്ധം. മറ്റൊന്ന് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന യുദ്ധം. ഞാൻ എന്നോട് യുദ്ധം ചെയ്ത് വിജയിച്ചില്ല എങ്കിൽ, ഞാൻ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് കിടക്കുന്നതെങ്കിൽ, ഞാൻ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം എന്ന ആ ദുശ്ശീലത്തിൽ നിന്നും ഞാൻ യുദ്ധം ചെയ്ത് രക്ഷപ്പെടണം. ഞാൻ ചീത്തപ്പടം കാണുന്ന ആളാണെങ്കിൽ ആ ആശയത്തിൽ നിന്നും ആ കാഴ്ചപ്പാടിൽ നിന്നും ഞാൻ രക്ഷപ്പെടണം. ഞാൻ അതിൽ നിന്ന് അതിനോട് യുദ്ധം ചെയ്ത് വിജയിക്കണം. ഞാൻ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർക്ക് അതിൻ്റെതായ ആ വോട്ടിംഗ് സംവിധാനം മാത്രം കൊടുക്കാം. മറ്റുള്ള അടിമത്തത്തിലേക്ക് പോകാതെ അതിനോട് യുദ്ധം ചെയ്ത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമത്തത്തിലേക്ക് പോയി യേശു ക്രിസ്തുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു യുദ്ധം ചെയ്ത് വിജയിക്കണം. അങ്ങനെ കണ്ണിൻ്റെയും കാതിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സമസ്ത മേഖലയിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ വ്യക്തിസത്ത പൂർണ്ണമായും യേശു ക്രിസ്തുവിൽ വിജയിച്ചാൽ നീ വിജയിച്ചു. ഇത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഇതാണ് നിർണായക യുദ്ധമെന്ന് പറയുമ്പോൾ നമ്മളതിങ്ങ് വായിച്ചാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ല, പെട്ടെന്നൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മീഡിയകൾ, നമ്മുടെ ഈശോ വരുന്ന കാലഘട്ടം വരുമ്പോൾ, മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ടെലിവിഷനുകൾ, പത്രമാസികൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ആശയങ്ങൾ, രാഷ്ട്രീയ തത്വസംഹിതകൾ, എതിർക്രിസ്തുവിൻ്റെ ആശയങ്ങൾ, നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ, നൊവേനകൾ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വരാൻ പോകുന്നത്? എ.ആർ. റോബർട്ട് കുർബാനകൾ വരാൻ പോകുന്നു, എ.ആർ. റോബർട്ട് ബൈബിൾ വരാൻ പോകുന്നു, എ.ആർ. റോബർട്ട് സഭ വരാൻ പോകുന്നു, എ.ആർ. റോബർട്ടിൻ്റെ ലൈംഗിക ആസക്തി വരാൻ പോകുന്നു, എ.ആർ. റോബർട്ടുമായിട്ടുള്ള ലൈംഗിക സെക്സ് കാര്യങ്ങൾ വരാൻ പോകുന്നു. സെക്സ് ലോകത്ത് ഇഷ്ടം പോലെ കിട്ടുന്ന സാഹചര്യങ്ങൾ വരുന്നു. നമ്മുടെ ബിയർ പാർലർ പോലെ, ബ്യൂട്ടി പാർലർ പോലെ ഇനി സെക്സ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ കൂണ് പോലെ മുളച്ച് വരാൻ തോന്നുന്നു. ഒരു കോൾ ചെയ്താൽ ഇഷ്ടമുള്ള സ്ത്രീ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം വരാൻ പോകുന്നു. സെക്സ് കൊണ്ട് നമ്മൾ തോൽപ്പിക്കുന്ന, സെക്സ് കൊണ്ട് നമ്മൾ നശിപ്പിക്കുന്ന, സെക്സ് എന്ന ആശയത്തിൽ അതിൻ്റെ അടിമത്വത്തിലേക്ക് പോകുന്ന ആ സംഭവത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റാത്ത വിധം, അതിനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ പറ്റാത്ത വിധം നമ്മളെ അടിമത്വത്തിൽ കൊണ്ടുപോകുന്ന നിൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് ഞെക്കി പീച്ചി എൻ്റെ സൗകര്യം പോലെ നിൻ്റെ ആത്മാവിനെ ഉപയോഗിക്കുമെന്ന് പറയാൻ മാത്രം തൻ്റെ ഇടവും ശക്തിയും ധൈര്യവും കഴിവുമുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ അറിയില്ല നീ തോറ്റുപോയോ, നീ വിജയിച്ചിട്ടാണോ ഉള്ളത്, നീ യുദ്ധം ചെയ്ത് ജയിച്ചോ ഇല്ലയോ എന്ന് പരാജയപ്പെട്ടവനാണോ വിജയിച്ചവനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മനുഷ്യൻ്റെ കണ്ണുകളെ അന്ധമാക്കുന്ന അത്തരം സംഭവങ്ങളിലേക്ക് നിർണായക യുദ്ധം നടക്കാൻ പോവുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, അവൻ പിടിക്കപ്പെട്ട അവനെ മൃഗവും അതിൻ്റെ സംവിധാനങ്ങളെയും സാത്താനെയും അതിൻ്റെ സൈനിക ശക്തികളെയും സർവശക്തനായ ദൈവം തീയും ഗന്ധകവും എരിയുന്ന ഇരുവരും പിടിക്കപ്പെട്ടു, വ്യാജപ്രവാചകൻ പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക്, ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകം എന്ന് പറയുന്നതാണ് ആണവ യുദ്ധത്തിൽ ഭൂമി പാതാളമായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ എവിടെ പാതാളം, എവിടെ സ്വർഗം,
ഇതൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് പറയുന്നേ ഉള്ളൂ, ഇതിലൊന്നൊരു കഥയില്ലാന്ന്. ഇപ്പം നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ തോറ്റവനാണ്, നീ യുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല. ഇതൊക്കെ ചില ആശയങ്ങളാണ്, ചില കാഴ്ചപ്പാടാണ്, ചില ഭദ്രന്മാരുടെ തോന്നിവാസമാണ്. ചില അച്ഛന്മാരൊന്നും പഠിപ്പിക്കുന്നില്ല, സഭയ്ക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ചില വിഡ്ഢികൾ മാത്രം ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ് ഇതൊന്നും കേൾക്കാൻ കൊള്ളില്ല, ഇതൊക്കെ ഉപേക്ഷിച്ച് കളയണം. ഇങ്ങനെ പറയുന്നവരുടെ ഒരു കാര്യം കേൾക്കരുത്. അങ്ങനെ നിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ യുദ്ധത്തിൽ വിജയിക്കുകയില്ല, നീ പരാജയപ്പെട്ടവനാണ്, ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടവനാണ്. ഈ പരാജയത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ നിൻ്റെ ആത്മാവ് നിന്നോട് പറയുകയാണ് ഇത് ശരിയാണ്, ഇവിടെ ഞാൻ യുദ്ധം ചെയ്തേ പറ്റൂ, ഇവിടെ ഞാൻ വിജയിച്ചേ പറ്റൂ, ഇവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടേ പറ്റൂ, ഇവിടെ ക്രിസ്തുവിൻ്റെ കൂടെ നിന്നേ പറ്റൂ, ഇവിടെ ഞാൻ സഭയെ തിരിച്ചറിഞ്ഞേ പറ്റൂ, ഇത് കൂതാശയാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ, ഇവിടെ എനിക്ക് ജ്ഞാനം വേണം, ഇവിടെ എനിക്ക് വിശുദ്ധി വേണം, ഇവിടെ എനിക്ക് വിവേകം വേണം, ഇവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടേ പറ്റൂ, ഈ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചേ പറ്റൂ എന്ന തീരുമാനമെടുത്ത് ഇപ്പോൾ തന്നെ ഇതൊരു നിർണായക വഴിത്തിരിവായി കണ്ടുകൊണ്ട് നിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ വിജയിക്കാൻ സാധ്യതയുള്ളവനാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല പ്രിയ സഹോദരരെ. അതുകൊണ്ട് ഈ നിർണായക യുദ്ധം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ക്ലാസ് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം ദൈവിക നിഗൂഢ രഹസ്യങ്ങൾ സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് പഠിച്ച ആത്മാവിൻ്റെ തലങ്ങൾ കൊണ്ട് രക്ഷിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിന്നാൽ നിന്നെ ഒരു ദുരാത്മാവിനും ഒരു ശക്തിക്കും തൊടാനാവില്ല. കാരണം നീ അഗ്നിയാണ്, അഗ്നിഗോളമാണ്. ഒരു പൈശാചി ശക്തിയും നിൻ്റെ അടുത്തേക്ക് വരില്ല. യാക്കോബിൻ്റെ സുവിശേഷം 4-7 പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവൻ നിന്നെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളിങ്ങനെ പഠിക്കണം, പഠിച്ചേ പറ്റൂ. പഠിച്ചില്ലെങ്കിൽ നിന്നെ പഠിപ്പിക്കും. എന്നിട്ട് പഠിപ്പിച്ചിട്ടും പഠിച്ചില്ലെങ്കിൽ നീ തോറ്റവനാണ്, നീ യുദ്ധത്തിൽ പരാജയപ്പെട്ടവനാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഘടനയുടെ ശക്തി, അതിൻ്റെ ഘടനയുടെ സത്ത എൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുവാൻ പ്രിയ സഹോദരരെ നിങ്ങളിത് പലവട്ടം വെച്ച് കേൾക്കണം. പലവട്ടം വെച്ച് കേട്ട് ആത്മാവിനോട് സ്വയം ചോദിക്കണം. ഞാൻ എന്നിലേക്ക് അതിനെ വിരൽ ചൂണ്ടി ചോദിക്കണം, നീ നിർണായക യുദ്ധത്തിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നേരെ തന്നെ വിരൽ ചൂണ്ടി ചോദിക്കണം. നീ നിർണായക യുദ്ധത്തിൽ, ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ ലോകത്ത് ചെറിയ യുദ്ധമാണ്, ഇപ്പോഴൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു അവസരമുണ്ട്, ഇപ്പോഴൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം പശ്ചാത്തലമുള്ളൊരു കാലഘട്ടമാണ്. ഇവിടെ നീ യുദ്ധത്തിൽ വിജയിക്കുമോ തോൽക്കുമോ? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.